നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 9, 2025 ചൊവ്വ. ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. യുഎസിലെ ഫെഡിന്റെ ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകരുടെ ഭാഗത്തു നിന്ന് വന്ന ജാഗ്രതയുടെ ഫലമായിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള തുടർച്ചയായ സെല്ലിംഗ് മൂലവും അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട കാരണങ്ങൾ തുടങ്ങി ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 655.59 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ഇന്നലെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ബൈയിങ് തുടർന്നെങ്കിലും ആകെ 2542.49 കോടി രൂപയ്ക്ക് മാത്രമേ ബൈയിങ് തുടരുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,100, 26,200 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 25,840 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. കാരണം തുടർച്ചയായി 3 ആഴ്ചകളായിട്ട് ഈ ലെവലാണ് നിഫ്റ്റിയുടെ വീക്ക്ലി ലോ ആയിട്ട് നിലനിൽക്കുന്നതും. തുടർന്ന് 25,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് മറ്റൊരു പ്രധാന സപ്പോർട്ടാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMA നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി 25,700 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ചൈനയിൽ നിന്നും നവംബർ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡിന്റെ റിലീസ് ഉണ്ടായിരുന്നു. $111.68 ബില്യൺ ട്രേഡ് സർപ്ലസ് ആണ് ചൈനയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും നവംബർ മാസത്തെ NAB ബിസിനസ് കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. രാവിലെ 9 മണിയോടുകൂടി തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. ഉച്ചയ്ക്ക് 12:30 ജർമ്മനിയിൽ നിന്നും ഒക്ടോബർ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡിന്റെ റിലീസ് ഉണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:30 യുഎസിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസും ഒക്ടോബറിലെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. ഇന്നു മുതൽ യുഎസിലെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ആരംഭിക്കുന്നതിനാൽ തന്നെ മാർക്കറ്റിൽ നിക്ഷേപകരും ട്രേഡേഴ്സും അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുമുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇന്നലെ എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, HDFC ബാങ്ക് ADRകൾക്ക് 2% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിലും ഇന്ത്യയിലെ പോലെ തന്നെ ഫെഡറൽ റിസർവിന്റെ മോണിറ്ററി പോളിസി വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റും നിക്ഷേപകരും ജാഗ്രത പുലർത്തിയതിനെ തുടർന്ന് S&P 500-ന് 0.5%, നാസ്ഡാക്കിന് 0.5%-യും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റ് 0.5%-നടുത്തും ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ഇന്ന് വെളുപ്പിനെ 2:45 ക്ലോസ് ആയ നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 0.5%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $62.53 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $58.88 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,193.48 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.48 എന്ന ലെവലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അൾട്രാ ബെയറിഷായി മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 26,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെയുണ്ടായ അതിശക്തമായ
ശക്തമായ ഇടിവിനെ തുടർന്ന് ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെ നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-20 ഡേ EMA-കളുടെ താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വന്നു. RSI-ലും കനത്ത ഇടിവ് നേരിട്ടുകൊണ്ട് 51.16 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം 26,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 25,900 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,750 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.88 എന്ന നിലയിലും മാക്സ് പെയിൻ 59,500 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഇതിലെ ഉണ്ടായ ഹ്യൂജ് ഫോളിനെ തുടർന്ന് ഹറാമി ടൈപ്പോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്ക് ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10 ഡേ EMA-ക്ക് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും 20 ഡേ EMA ഉൾപ്പെടെ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSI-യും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 56.95 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. 59,500 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഫിസിക്സ് വാല പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 69.6% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 26.3% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഫുജിയാമ പവർ സിസ്റ്റംസ് പ്രോഫിറ്റിൽ 97.4% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 72.6% വളർച്ച രേഖപ്പെടുത്തി. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര നവംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റയിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ സെയിൽസിലെ വോളിയത്തിൽ 19.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിലും 8.4% വളർച്ച രേഖപ്പെടുത്തി. പ്രൊഡക്ഷനിലും അതേസമയം 18.4% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. വെൽസ്പൺ കോർ സൗദി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനുമായി അസോസിയേറ്റ് കമ്പനിയായ ഈസ്റ്റ് പൈപ്സിന് 1,165 കോടി രൂപ മൂല്യം വരുന്ന പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. VTM 2 വർഷത്തിനുള്ളിൽ 50 കോടി രൂപ നിക്ഷേപിക്കുന്നതിന് കമ്പനി തമിഴ്നാട് സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇൻഡിഗോ ബിസിനസ് നഷ്ടത്തിന് ഇൻഡിഗോയിൽ നിന്ന് നഷ്ടപരിഹാരം തേടാൻ വിമാനത്താവള ഓപ്പറേറ്റർമാർ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. MB ഫോട്ടോവോൾട്ടിക് ക്വാർട്ടർ ടു റിസൾട്ടില് ഇയർ ഓൺ ഇയർ ബേസിസില് റവന്യൂവിൽ 181% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 21% ഉയർച്ച രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഓരോ ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.